നമസ്കാരം. മാർക്കറ്റ് മെട്രിക്സിലേക്ക് സ്വാഗതം. സ്വർണ്ണവില വളരെ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. 2005 1000-ന് താഴെയായിരുന്നു ഒരു ഗ്രാമിൻ്റെ വില 22 ക്യാരറ്റ് സ്വർണ്ണത്തിന്. ഇന്നത് ഏകദേശം 8055-നടുത്ത് നിൽക്കുകയാണ്. 10 ഗ്രാം സ്വർണ്ണത്തിൻ്റെ വിലയായിട്ട് 8700-ന് മുകളിലാണ് ഗ്രാമിന് നിൽക്കുന്നത് 24 ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ വില. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് തന്നെ എല്ലാവരും കണക്കാക്കുന്ന ഒരു സമയമാണ്. ഇത് വളരെ കാലങ്ങളായിട്ട് തന്നെ ഭാരതത്തിൽ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുള്ള വിധത്തിൽ തന്നെ എല്ലാവരും തന്നെ എല്ലാ വീടുകളിലും ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. വീടുകളിൽ മാത്രമല്ല, നമ്മുടെ അമ്പലങ്ങളിലും ട്രസ്റ്റുകളിലും എല്ലാം തന്നെ ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡലാണ്. അപ്പോൾ ഈ ഉയർന്ന നിലവാരത്തിൽ ഗോൾഡ് നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇനി ഗോൾഡ് പ്രൈസിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്നുള്ളത് പലപ്പോഴും എല്ലാവർക്കും ആശങ്കകളോടുകൂടി നോക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗോൾഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്നും ഉയരങ്ങളിലേക്ക് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ താഴ്ചകളും അനിശ്ചിതത്വങ്ങളും ഉണ്ടാവുമെങ്കിലും ആത്യന്തികമായിട്ട് ഗോൾഡിൻ്റെ വില നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉയരങ്ങളിലേക്കാണ്. ഒരു 20 വർഷത്തെ CAGR കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ നോക്കിയാൽ 12% അടുപ്പിച്ചാണ് ഗോൾഡിൻ്റെ ഒരു റിട്ടേൺസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഗോൾഡിൽ പൊതുവേ കാണുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്താണെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഇന്ത്യയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇത് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഗോൾഡിലാണ്. ഈ ഫിസിക്കൽ ഗോൾഡ് തന്നെ 3 വിധത്തിലാണ് നമ്മുടെ നാട്ടുകാർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 1 ജ്വല്ലറി, 2 ഗോൾഡ് കോയിൻസ്, 3 എന്ന് പറയുന്നത് ഗോൾഡ് ബാഴ്സ്. അപ്പോൾ ഈ 3 പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഫിസിക്കലായിട്ട് ഗോൾഡ് വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ ഗോൾഡ് സൂക്ഷിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഉള്ളത്. അപ്പോൾ ഗോൾഡ് ജ്വല്ലറി നമ്മൾ വാങ്ങിക്കണമെങ്കിൽ ഏതെങ്കിലും ഗോൾഡ് ജ്വല്ലറി പോയിട്ട് നമുക്ക് ആഭരണങ്ങളായിട്ട് വാങ്ങിക്കാം, പല മോഡലിലുള്ള ആഭരണങ്ങളായിട്ട് വാങ്ങിക്കാം. അപ്പോൾ അവിടെ ഉള്ളൊരു ഫാക്ടർ എന്ന് വെച്ചാൽ എക്സ്പെൻസ് കുറച്ച് കൂടുതലായിരിക്കും വരുന്നത്. ഗോൾഡിൻ്റെ വിലയ്ക്ക് മുകളിൽ 3% GST ഉണ്ടാവും തീർച്ചയായിട്ടും. പിന്നെ മേക്കിംഗ് ചാർജസ് എന്ന് പറയുന്ന പല ജ്വല്ലേഴ്സും ചാർജ് ചെയ്യുന്ന പല വിധത്തിലായിരിക്കും. ഒരു 5 തുടങ്ങി 20% വരെയുള്ള മേക്കിംഗ് ചാർജസ് ഈ ഗോൾഡ് ജ്വല്ലറിയിൽ ആപ്ലിക്കബിൾ ആണ്. പിന്നീട് നമ്മളിത് വിൽക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ലിക്വിഡിറ്റി ആസ്പെക്ട്സ് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി ഗോൾഡ് ജ്വല്ലറിക്ക് ലിക്വിഡിറ്റി കുറവാണെന്ന് പറയാം. പിന്നെ അതുമാത്രമല്ല, നമുക്ക് വരുമ്പോൾ ഈ മേക്കിംഗ് ചാർജസ് ഇനീഷ്യലി പേ ചെയ്യുന്ന മേക്കിംഗ് ചാർജസും GST എലമെൻറ്റും അവിടെ ലോസ് ആയിട്ട് വരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഇത് ഗോൾഡ് കോയിൻസിലോട്ടോ ബാറിലോട്ടോ പോവുകയാണെങ്കിൽ മേക്കിംഗ് ചാർജസ് ഒരു പരിധി വരെ ഒഴിവായി കിട്ടും. പക്ഷെ അപ്പോഴും 3% GST നമ്മൾ കൊടുത്തേ മതിയാകും. അപ്പോൾ ഗോൾഡ് ഫിസിക്കലി ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്ര കണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷന് നല്ലതാണെന്ന് നമ്മൾ രണ്ടാമതൊന്നും കൂടി ആലോചിക്കേണ്ടിയിരിക്കും. നമുക്ക് മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. അത് രണ്ടാമതൊരു ഓപ്ഷൻ വരുന്നത് ഗോൾഡ് ETF എന്ന് പറയും. ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹൗസുകളാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് യൂണിറ്റ്സ് ആയിട്ട് നിക്ഷേപകർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടതിന് ഡിമാറ്റ് അക്കൗണ്ട് എന്തായാലും കമ്പൽസറി ആണ്. അതുപോലെ ഏതെങ്കിലും സ്റ്റോക്ക് ബ്രോക്കിംഗ് അക്കൗണ്ടിൽ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ കൂടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടും വേണം. അപ്പോൾ ഈ 2 ഓപ്ഷൻസും നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ടും ഉണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്ക് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ പ്ലെയേഴ്സ് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ 3% GST-യോ മേക്കിംഗ് ചാർജസോ ഒന്നും തന്നെ ഇതിന് ആപ്ലിക്കബിൾ അല്ല. ഇതിന് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഒരു ആനുവൽ മെയിൻ്റനൻസ് ചാർജ് വരും. അത് ഓരോ ഡിമാറ്റ് പ്ലെയേഴ്സിനും അതായത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസും ചാർജ് ചെയ്യുന്ന വിധത്തിലുള്ള AMC ഉണ്ടാകും. പ്ലസ് ഇത് വാങ്ങിക്കുന്ന സമയത്തും വിൽക്കുന്ന സമയത്തുമുള്ളൊരു ബ്രോക്കറേജ് ചാർജസും ചെറിയ സ്റ്റാറ്റ്യൂട്ടറി ചാർജസുമാണ് ഉണ്ടാകുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ഫിസിക്കൽ ഗോൾഡിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി, ഹൈ ലിക്വിഡിറ്റിയാണ്. നമുക്ക് ഏത് സമയവും ഇത് സെല് ചെയ്യാൻ പറ്റും. അതായത് മാർക്കറ്റുള്ള ദിവസങ്ങളിൽ, ഷെയർ മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന ഏത് ദിവസങ്ങളിലും രാവിലെ 9:15 മുതൽ 3:30 വരെ നമുക്ക് ഈ ഗോൾഡ് ETF സെല് ചെയ്യാൻ പറ്റും. T+1 ഡേയിൽ നമുക്ക് സെറ്റിൽമെൻറ്റിൽ വെച്ച് പേയ്മെൻറ്റ് ഇൻവെസ്റ്ററുടെ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജിൻ്റെ ഒരു ഇതാണ്. നമ്മൾ ഗോൾഡ് ഫിസിക്കൽ ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വീട്ടിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു സേഫ്റ്റി ആസ്പെക്റ്റ് ഉണ്ട്. നമുക്കത് എത്ര കാലം സുരക്ഷിതമായിട്ട് വെക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബാങ്ക് ലോക്കർ എടുത്ത് ആ ബാങ്ക് ലോക്കർ ചാർജസ് എല്ലാം കൊടുക്കേണ്ടി വരും. അതേസമയം ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സ്റ്റോക്കിലുള്ള നിക്ഷേപങ്ങൾക്കൊപ്പം ഈ പറയുന്ന ഗോൾഡ് ETF-ഉം അവിടെ കിടക്കുന്നു. കോമൺ ആയിട്ടുള്ളൊരു AMC മാത്രമേ നമുക്കവിടെ ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ ഗോൾഡ് ETF തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ. ഇനി മൂന്നാമതൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയും. ഗോൾഡ് ETF-ആയിട്ട് കിടപിടിക്കുന്ന അല്ലെങ്കിൽ ഗോൾഡ് ETF-നോട് തന്നെ സാമ്യമുള്ള ഒരു സംഭവമാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഗോൾഡ് മ്യൂച്വൽ ഫണ്ടും ഗോൾഡ് ETF-ഉം തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്ന് വെച്ചാൽ 2 മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ് നടത്തുന്നതെങ്കിലും ഗോൾഡ് ETF-ൽ കമ്പനികൾ ഡയറക്റ്റായിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് വരുമ്പോൾ ഈ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ഗോൾഡ് ETF-നും സമാന സ്വഭാവം പുലർത്തുന്ന മറ്റ് കമ്പനികൾ, അത് ഗോൾഡുമായിട്ട് കണക്ട് ചെയ്ത മൈനിങ് കമ്പനീസോ അങ്ങനെയുള്ള കമ്പനീസിലായിരിക്കും മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കൂടുതൽ ETF-ൽ തന്നെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഇത് തമ്മിലൊരു മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് റേഷ്യോ ആണ്. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഗോൾഡ് ETF കമ്പാരിറ്റീവ്ലി 0.25 to 1% ആണ്. 1% ഞാൻ ഹയർ ലെവലിൽ പറഞ്ഞതാണ് എക്സ്പെൻസ് റേഷ്യോ വരുന്നത്. ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് വരുമ്പോൾ ഗോൾഡ് MF എന്ന് പറഞ്ഞാൽ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് വരുമ്പോൾ 0.5 to 1.5% കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ് ഗോൾഡ് ETF-നേക്കാളും. അത് മാത്രമുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിന് ആവശ്യമില്ല. കാരണം മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ഓഫർ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമില്ല, നമുക്ക് ഫിസിക്കൽ ഫോർമാറ്റിലും ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കമ്പാരിറ്റീവ്ലി എപ്പോഴും ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചത് ഫിസിക്കൽ ഗോൾഡ് സംസാരിച്ചു, ഗോൾഡ് ETF-നെ പറ്റി പറഞ്ഞു, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി. അപ്പോൾ ഇതിൽ അവസാനം പറഞ്ഞ ഗോൾഡ് ETF-ഉം ഗോൾഡ് മ്യൂച്വൽ ഫണ്ടും കുറച്ചുകൂടി ഫിസിക്കൽ ഗോൾഡിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. കാരണം GST എന്ന് പറയുന്ന സംഭവം അവിടെ വരുന്നില്ല. 3% GST വരുമ്പോൾ തന്നെ ഗോൾഡ് പ്രൈസിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കേണ്ടി. ഇതിൻ്റെ നമുക്ക് ആ പറയുന്ന ചെറിയ ചാർജസ് മാത്രമേ ഉള്ളൂ, ബ്രോക്കറേജിൻ്റെ ചെറിയ ചാർജസ് മാത്രമേ ഉള്ളൂ. ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ചിലപ്പോൾ ഒരു എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് സെല്ല് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു ചാർജ് കൂടി ആഡ് ചെയ്യാനുള്ള ഒരു സാധ്യതകളുണ്ട്. അതും കൂടി ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഗോൾഡ് ETF ആണോ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടാണോ നല്ലതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്കിൻ്റെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീമാണ്. അപ്പോൾ ഇതിന് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചു സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ ഇനി മുതൽ ഇഷ്യൂ ചെയ്യുന്നില്ല. അത് ഇപ്പോൾ മാർക്കറ്റിലുള്ള സോവറിൻ ഗോൾഡ് ബോണ്ടുകളിലുള്ള പെർഫോമൻസ് ഇനിയും കണ്ടിന്യൂ ചെയ്യും. ഇതിൻ്റെ ഒരു പ്രത്യേകത 2.5%, 2.25 to 2.5% ഇൻട്രസ്റ്റ് നമ്മുടെ ഗോൾഡ് ബോണ്ടിൽ ഗവൺമെൻറ് നമുക്ക് തരുന്നു എന്നുള്ളതാണ്. റിസർവ് ബാങ്കിൻ്റെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, റിസർവ് ബാങ്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. 2015 തുടങ്ങിയുള്ളതായിരുന്നു എന്നുള്ള എൻ്റെ ഓർമ്മ. 2015 തുടങ്ങി പല ട്രാൻസസ് ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. 8 വർഷമാണ് ഇതിൻ്റെ നോർമൽ ടെന്യൂർ, 5 വർഷം ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അപ്പോൾ 2017 ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ 2025 ഇപ്പോൾ ഈ വർഷം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ടെന്യൂർ കഴിയും, മെച്യൂരിറ്റി കഴിഞ്ഞാൽ ഗോൾഡ് എമൗണ്ട് കറണ്ട് മാർക്കറ്റ് പ്രൈസ് അനുസരിച്ചുള്ള ഗോൾഡ് എമൗണ്ട് ഇദ്ദേഹത്തിന് കിട്ടും. 10 ഗ്രാമാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ലിക്വിഡിറ്റിയുടെ ആസ്പെക്ട്സ് ഉണ്ട്. കാരണം ഇത് ഡിമാൻഡ് സപ്ലൈ മെക്കാനിസത്തിലാണ് ഈ പറയുന്നത് സോവറിൻ ഗോൾഡ് ബോണ്ടിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബൈയിങ് ഓപ്ഷൻ അവിടെ പോസിബിൾ ആവുകയുള്ളൂ. കമ്പാരിറ്റീവ്ലി ഒരു അട്രാക്റ്റീവ് സ്കീമാണ്. അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് ആണ്. 2.25% ഇൻട്രസ്റ്റ്, 2.5% ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് ആയിട്ട് വരും. സാധാരണ ഇതിൽ ഏതൊരു ബോണ്ടിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഈ പറയുന്ന ഇൻട്രസ്റ്റ് കിട്ടുന്നതല്ല. ഫിസിക്കൽ ഗോൾഡ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ലോക്കർ ചാർജ് കൊടുക്കണം. ETF-ലാണെങ്കിൽ നമുക്ക് മെയിൻ്റനൻസ് AMC കൊടുക്കേണ്ടി വരും. അതേസമയം SGB-ലാകുമ്പോൾ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് AMC ഉണ്ടാവും, അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് തന്നെ ഓപ്ഷൻ ഇതുണ്ട്, ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് പുറമെ നമുക്ക് വരുന്നതിന് 2.5% ഇൻട്രസ്റ്റ് ആണ്. ഇനി പുതിയ നിക്ഷേപകർക്ക് ഇത് പോസിബിൾ ആവുകയില്ലെങ്കിലും മാർക്കറ്റിൽ നിന്ന് ഇത് വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇപ്പോഴും നിലവിലുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് GST ആപ്ലിക്കബിൾ അല്ല. 8 വർഷം ഹോൾഡ് ചെയ്യുന്ന ഈ പറയുന്ന ഗോൾഡ് ബോണ്ടുകൾക്ക്, സോവറിൻ ഗോൾഡ് ബോണ്ടുകൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞ 3 ഫിസിക്കൽ ഗോൾഡ് ആവട്ടെ, ETF ആവട്ടെ, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് ആവട്ടെ, ഇത് സെല്ല് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ലിക്വിഡിറ്റിയുടെ സമയത്ത് അല്ലെങ്കിൽ നമ്മളത് മെച്ചൂരിറ്റി റിയലൈസ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടി വരും. അതേസമയം സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഈ ഒരു ഓപ്ഷൻ വരുന്നില്ല. കുറച്ചും കൂടി അട്രാക്റ്റീവാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്. ഒരു ലിമിറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള 2 സ്കീംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് ഡിജിറ്റൽ ഗോൾഡും ഗോൾഡ് സ്കീംസുമാണ്. ഈ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുമ്പോൾ പുതിയ പ്ലാറ്റ്ഫോമുകൾ, നമ്മളിപ്പോൾ ന്യൂ ജനറേഷൻ പ്ലാറ്റ്ഫോമുകൾ പല പ്ലാറ്റ്ഫോമുകൾ കാണാൻ പറ്റും. ഇതിലൊക്കെ ചെറിയ എമൗണ്ടുകൾക്ക് ഗോൾഡ് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്കീമാണ് ഡിജിറ്റൽ ഗോൾഡ്. ഇപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് വോൾട്ടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ഗോൾഡ് അവർ ബൈ ചെയ്തിട്ട് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഗോൾഡ് ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിലൂടെ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന ഒരു സ്കീമാണ്. ചെറിയ എമൗണ്ടുകൾക്ക് ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും. എന്തായാലും ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമീഡിയറ്റ് ക്രെഡിറ്റ് ആണ് അക്കൗണ്ടിലേക്ക്. അതുപോലെ സെല്ല് ചെയ്യുമ്പോൾ ഏതൊരു നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അതല്ല ഫിസിക്കൽ ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് 3% GST ആപ്ലിക്കബിൾ ആണ്. അതുമാത്രമല്ല ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വസ്തുത. നമ്മൾ പറയുന്ന പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ അപ്രൂവ്ഡ് പ്ലാറ്റ്ഫോംസ് ആണ്. ഇതിൽ ഓഫർ ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ അപ്രൂവ്ഡ് പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും ഡിജിറ്റൽ ഗോൾഡിന് പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻ ഇല്ല. ഇതിന് 2021 തോന്നുന്നു സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഇതിനെക്കുറിച്ചൊരു നോട്ട് വരെ ഇറക്കിയിരുന്നു. ഇതിന് അനുബന്ധമായിട്ട് മറ്റൊരു പ്ലാനുമായിട്ട് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വന്നിട്ടുണ്ട്, പക്ഷേ അത് നിലവിൽ വന്നിട്ടില്ല. ഇലക്ട്രോണിക് ഫോർമാറ്റിലുള്ള ഗോൾഡിൻ്റെ ഒരു ട്രേഡിംഗ് ഫെസിലിറ്റി ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു ഗോൾഡ് എക്സ്ചേഞ്ച് തന്നെ വരുന്നുണ്ട്. ഗോൾഡ് എക്സ്ചേഞ്ച് ഓപ്പൺ ആയി, പക്ഷേ അതിലത്തെ ട്രേഡിങ്ങുകളുടെ ഒരു പോസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. മറ്റൊരു സ്കീം എന്ന് വെച്ചാൽ നമ്മുടെ ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ രാജ്യവ്യാപകമായിട്ടുള്ള ജ്വല്ലറി ചെയിൻസ് കൊടുക്കുന്ന ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ആണ്. ഈ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് എന്ന് പറയുമ്പോൾ അങ്ങ് മുകളിൽ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തനിഷ്ക്, മലബാർ ഗോൾഡ് തുടങ്ങിയുള്ള ജ്വല്ലറികൾ തുടങ്ങി താഴെ നമുക്ക് ചുറ്റുമുള്ള ചെറിയ ജ്വല്ലറികൾ വരെ
ഓഫർ ചെയ്യുന്ന ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീംസ്, മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് സ്കീംസ്, നമ്മുടെ ബാങ്കിലുള്ള റിക്കറിംഗ് ഡെപ്പോസിറ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സ്കീമാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഇൻട്രസ്റ്റ് അവൈലബിൾ ആയിരിക്കില്ല. റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ ഇൻട്രസ്റ്റ് അവൈലബിൾ ആയിരിക്കും. ഈ പറയുന്ന ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീംസിലൊന്നും തന്നെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ എന്താ അട്രാക്ഷൻ അതിന്, ചില ജ്വല്ലേഴ്സ് ഇതിൻ്റെ അകത്ത് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്, മേക്കിംഗ് ചാർജസിൽ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ചിലർ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ ഒരു ഡിസ്കൗണ്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ 1000 രൂപയുടെ സ്കീമാണ് 12 മാസത്തേക്ക് എടുക്കുന്നത്. 12,000 രൂപയായിരിക്കും ഒരു കസ്റ്റമർ പൊതുവെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. അത് ചിലപ്പോൾ ലാസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു 20% ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 10,800 രൂപയിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്ത് 11,000 രൂപയ്ക്കുള്ള ഗോൾഡ് വാങ്ങിക്കാൻ ചിലപ്പോൾ ഇവർ ജ്വല്ലേഴ്സ് അലോ ചെയ്യുന്നുണ്ടാകും. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നമ്മുടെ മേക്കിംഗ് ചാർജസിലായിരിക്കാം. അപ്പോൾ ആ ഒരു വിധത്തിലും ഗോൾഡ് സ്കീംസ് ഉണ്ട്. ഈ ഗോൾഡ് സ്കീംസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് സ്കീംസും റെഗുലേറ്റഡ് അല്ല. അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡോ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ യാതൊരു റെഗുലേറ്റേഴ്സും ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അത് ജ്വല്ലറിയുടെ ക്രെഡിബിലിറ്റി ഭയങ്കര ഇഷ്യൂ ആണ്, ജ്വല്ലറിക്ക് നിലനിൽപ്പ് ഭയങ്കര ഇഷ്യൂ ആണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ജ്വല്ലറിയുടെ ഒരു മണി ഫ്ലോയും അവരുടെ ക്യാഷ് ഫ്ലോ ടേക്കിംഗ് കപ്പാസിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞിട്ടായിരിക്കില്ല ചിലപ്പോൾ ഒരു കസ്റ്റമർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പുറമേ നിന്നുള്ളൊരു പുറമോടി കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളിലുണ്ട്, ജ്വല്ലറീസ് ഓഫർ ചെയ്യുന്ന ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകളുണ്ട്. ഡിജിറ്റൽ ഗോൾഡിൻ്റെ കേസിലാണെങ്കിലും ഒരു റെഗുലേഷൻ പ്രോപ്പറായിട്ടില്ല എന്നുള്ളത് അതിൻ്റെ ഒരു വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്കീമുകൾ നമ്മൾ ആകെ മൊത്തം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡ് ETFs, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്, സോവറിൻ ഗോൾഡ് ബോണ്ട്, ഇത് മൂന്നുമായിരിക്കും നമുക്ക് ഗോൾഡിൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്കീമുകൾ എന്ന് പറയുന്നത്. ബാക്കിയുള്ളതിൻ്റെ പ്രശ്നം ഫിസിക്കൽ ഗോൾഡിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാർജസ് കൂടുതലാണ്. ഡിജിറ്റൽ ഗോൾഡ് ആവട്ടെ, ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ആവട്ടെ, അതിനൊരു പ്രോപ്പറായിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ടെന്നുള്ളത് കൂടി നോക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം കൂടി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് അവസാനിപ്പിക്കും. ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം 2015 ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തതാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തതാണ്. അതായത് ഫിസിക്കൽ ഗോൾഡിനെ കൺവേർട്ട് ചെയ്തിട്ട് അത് മോണിറ്റൈസ് ചെയ്തുകൊണ്ട് ബോൺസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ഗോൾഡിന് രൂപമാറ്റം സംഭവിക്കണം. അത് അവർ ഗവൺമെൻറ് അപ്രൂവ് ആയിട്ടുള്ള വെൻഡേഴ്സിൻ്റെ അടുത്ത് ചിലപ്പോൾ ബാങ്ക്സ് ത്രൂ ഇപ്പോൾ ചെയ്യാൻ പറ്റും. ICICI ബാങ്കും HDFC ബാങ്കും എല്ലാം വളരെ കാര്യമായിട്ട് തന്നെ മാർക്കറ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ് ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം. അപ്പോൾ ബാങ്ക്സിനെ അപ്രോച്ച് ചെയ്ത് അവരുടെ ഡെസിഗ്നേറ്റഡ് ബ്രാഞ്ചസിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന മിനിമം ക്വാളിറ്റിയുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് നമുക്ക് ബാർസായിട്ട് അവർ കൺവേർട്ട് ചെയ്യും. നമ്മുടെ ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ ഫിസിക്കൽ ഫോം അത് നഷ്ടപ്പെടും. പക്ഷേ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോണ്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഗോൾഡ് ബോണ്ടായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ നമുക്കിതിൻ്റെ ഒരു സേഫ്റ്റി ആസ്പെക്ട്സ് അല്ലെങ്കിൽ ഇതിൻ്റെ നമുക്കിത് കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബാങ്ക് ലോക്കർ ചാർജസോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. പ്ലസ് ഇതിനുള്ള നോർമലായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മീഡിയം ടേം തുടങ്ങി ലോങ് ടൈം വരെയുള്ള ഡിഫറെൻറ്റ് ടൈം പീരീഡിലേക്കാണ് ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം ഉള്ളത്. എന്തുകൊണ്ടോ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വലിയ പ്രചാരം സൃഷ്ടിക്കാനിടയിൽ സാധിച്ചില്ലെങ്കിലും ഈ ടെമ്പിൾ ട്രസ്റ്റ് പോലുള്ള തിരുപ്പതി പോലുള്ള വലിയ ടെമ്പിൾ ട്രസ്റ്റുകളെല്ലാം ഒരുപാട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഗോൾഡിൻ്റെ വില നിലവാരം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉയരങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. ചെറിയ ഇടിവുകൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകെ മൊത്തം ഗ്രാഫിൻ്റെ ഒരു ഗതി മേൽപോട്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതും ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു പൊതുവെ മാർക്കറ്റിലുള്ള സംസാരവും എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിന് ഒരു ചെറിയ കറക്ഷൻ ഉണ്ടായാൽ പോലും വീണ്ടും മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഏത് വിധത്തിലായിരിക്കണം നമ്മുടെ ഗോൾഡിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരു ബുദ്ധിപരമായ തീരുമാനം എടുക്കുന്നത് നന്നായിരിക്കും. നന്ദി.